ആരെ ആശ്രയിച്ചാലാണ് സ്വസ്ഥനായി തീരാൻ സാധിക്കുക? മനസ്സുകൊണ്ട് ആ ഭഗവാനെ തന്നെ പ്രേമത്തോടുകൂടി ആശ്രയിക്കുമ്പോഴാണ് ആത്മാർത്ഥമായ ഒരു സത്യസന്ധമായ ഒരു ദൃഢമായ ഒരു സ്വസ്ഥത ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ അതൊരു ഇമാജിനേഷനാവും, ഒരു വെറും സങ്കല്പം മാത്രവും സ്വസ്ഥത എന്നുള്ളത് എന്ന് പറഞ്ഞ് ഭഗവാന്റെ പാദത്തിൽ വീണിട്ട് പറഞ്ഞു, അഹോ ആശ്ചര്യം, ഇത്രയും വലിയ ഭഗവാനെ ഈ ശംഖചക്ര ഗദകളൊക്കെ എന്റെ ഗർഭത്തിൽ നിന്ന് എങ്ങനെയാ പുറത്തു വന്നത് എനിക്ക് മനസ്സിലാവില്ല. ഈ ആയുധങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളത്. എന്തോ ഇന്നത്തെ കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ ആയുധമൊന്നായിട്ട് വരുന്നില്ല, ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ വലിയ അപകടമായിരുന്നു. വളരെ ആശ്ചര്യത്തോടുകൂടി ദേവകീ ദേവി പറയാണ്, വളരെ കാർമേക വർണ്ണത്തിലിരുന്ന അങ്ങ് അത്ഭുതകരമായ രൂപം കാണിച്ച് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു ഭഗവാനെ. അതുകൊണ്ട് ഈ രൂപത്തെ മറച്ച് ആ കുഞ്ഞിന്റെ രൂപത്തിലേക്കൊന്ന് വരൂ. അമ്മയുടെ ആ മാതൃഭാവം അപ്പോഴേക്കും ഉണരുകയാണ്. ഇത് കണ്ടപ്പോൾ ഭഗവാൻ ഒരു ഉപദേശം കൊടുക്കുകയാണ് അമ്മയ്ക്ക്. അമ്മേ, ഞാൻ എന്തിനാണ് ഇങ്ങനെ രൂപം എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പൂർവജന്മ സ്മൃതി ഉണ്ടാക്കിത്തരാനാണ്. എത്രയോ വർഷം കഠിനമായ തപസ് ചെയ്തതിന്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഞാൻ പുത്രനായിട്ട് ജനിച്ചത്. ഈ ജന്മം മാത്രമല്ല, ഇതിനു മുമ്പ് ഞാൻ പുത്രനായിട്ട് വന്നിട്ടുണ്ട്. ഇതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് പൃശ്നീഗർഭൻ എന്ന പേരിൽ വന്നിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് അറിയോന്നറിയില്ല, ഒരുപക്ഷെ നിങ്ങൾക്ക് സ്മരണ ഉണ്ടാവില്ല, ഞാൻ വാമനമൂർത്തിയിട്ട് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ വീണ്ടും തപസ്സിന്റെയും നിങ്ങളുടെ ആ പ്രേമത്തിന്റെയും ഫലമായിട്ട് ഞാൻ കൃഷ്ണരൂപത്തിൽ വന്നിരിക്കുന്നു. ഇനി എനിക്കൊരു അപേക്ഷയുണ്ട്. ഇതാണ് ഭഗവാൻ ജയിലിൽ വെച്ച് പിതാവിനും അമ്മയ്ക്കും കൊടുക്കുന്ന ഒരു ഉപദേശം. എന്താണത്? യുവാം മാം പുത്രഭാവേന ബ്രഹ്മഭാവേന ചാസകൾ ചിന്തയന്തോ കൃതസ്നേഹോ യാസേദേ മദ്ഗതിം പരാം. ഇത് വളരെ ഗംഭീരമായൊരു ഉപദേശമാണ്. ജീവിതം ലീലയാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ ഒരു കാഴ്ചപ്പാട് എപ്പോഴും ഉണ്ടാവണം നല്ലതാണ്. ഒരു നടൻ അഭിനയിക്കാൻ വരുമ്പോൾ, മമ്മൂട്ടിയാവട്ടെ, മോഹൻലാലാവട്ടെ, സുരേഷ് ഗോപി ആവട്ടെ, ആരും ആവട്ടെ, അവര് വേഷമൊക്കെ കെട്ടി അഭിനയിക്കാൻ വരുന്ന സമയത്ത് അവർക്കറിയാം ഈ നിമിഷം ഞങ്ങൾ സുരേഷ് ഗോപിയോ മോഹൻലാലോ അല്ല എന്നുള്ളത്. ഒരു നടനാണ്, ഒരു കഥാപാത്രമാണ്. അങ്ങനെ സംവിധായകൻ പറഞ്ഞു കൊടുക്കുന്ന ഡയലോഗുകളൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ആ കഥാപാത്രത്തിന്റെ ഭാഗം ആടും. അങ്ങനെ ആടുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ അവർക്കറിയാം ഞങ്ങൾ ആരാണെന്നുള്ളത്. ഒരേ സമയം രണ്ട് വ്യക്തിത്വം അവർ സൂക്ഷിച്ചു വെക്കുന്നു. ഉള്ളിന്റെ ഉള്ളിൽ ശരിയായ വ്യക്തിത്വവും പുറമേക്കൊരു കഥാപാത്രത്തിന്റെ വ്യക്തിത്വവും. ആ കഥാപാത്രം പലരുമായി ബന്ധപ്പെടുമ്പോഴും ഓരോ ഡയലോഗുകൾ പറയുമ്പോഴും അവിടെ കല്യാണം കഴിക്കുമ്പോഴും അവർക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല. ഞാനിവളെ കല്യാണം കഴിച്ചിട്ടുണ്ട്, ഈ കുട്ടി ഇവളിലൂടെ ഉണ്ടായതാണ്, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഇല്ല. ആ സ്റ്റുഡിയോയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഷൂട്ടിംഗ് ഏരിയയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ അവര് അഭിനയിച്ചവരൊന്നും ആ പെണ്ണിനോട് ചോദിക്കാറില്ല, ഇതേ നമ്മൾ രണ്ടുപേരും കല്യാണം കഴിച്ചു എന്നുള്ള പ്രൂഫുണ്ട്, ഇതിൽ ഒക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് നീ എന്റെ കൂടെ വാന്ന് അയാളും പറയില്ല. ഞാൻ നിങ്ങളുടെ കൂടെ വരട്ടെ എന്ന് അവളും ചോദിക്കില്ല. അവളുടെ ഭർത്താവ് ഉണ്ടാവും, അവളെ കാത്തിരിക്കുന്നു. അല്ലെങ്കിൽ ഇവരുടെ നടന്റെ ഭാര്യ ഉണ്ടാവും, അവരെ കാത്തിരിക്കുന്നു. ശരിയല്ലേ? അഭിനയിക്കുമ്പോഴും രണ്ട് വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് അഭിനയിക്കുന്നവരാണ് നടന്മാര് എന്ന് പറയാണ്. അപ്പൊ ഞാനും നിങ്ങളും കഥകളി കാണാൻ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഹിരണ്യകശിപുവിന്റെ ആ ഭാഗം, ഭഗവാൻ നരസിംഹമൂർത്തിയിട്ട് ഹിരണ്യകശിപുവിനെ കൊല്ലുന്ന വധം, ആ ഭാഗം നമ്മൾ കാണാൻ പോകുമ്പോൾ ആ നരസിംഹത്തിന്റെ പുറപ്പാടും നരസിംഹത്തിന്റെ അഭിനയമൊക്കെ കൂടി കാണുമ്പോൾ നമ്മൾ പേടിക്കും. നരസിംഹമൂർത്തിയുടെ ഭാര്യ മുന്നിലിരിക്കേണ്ടെന്ന് വിചാരിക്കുക. ആ ഭാര്യ മുന്നിലിരിക്കുന്നെങ്കിൽ അവർക്ക് വല്ല പേടിയുണ്ടാവുകയോ? ഒരു പേടിയുണ്ടാവില്ല. കാരണം അവർക്കറിയാം എന്റെ ഭർത്താവാണ് നരസിംഹമായിട്ട് ആടുന്നത് എന്നുള്ളത്. അവരുടെ മനസ്സിൽ അപ്പോഴും ആ ഭർത്താവിനെ ഭർത്താവായി കണ്ടുകൊണ്ടത് ആസ്വദിക്കും. ഇല്ലേ? നടനായിട്ട് ആസ്വദിക്കുമോ? ആ അഭിനയങ്ങളൊക്കെ കാണുമ്പോഴും കേമാവുണ്ടിട്ടോ എന്ന് ആളുകളൊക്കെ കിടുകിടാ പേടിക്കുമ്പോഴും ആ ഹിരണ്യകശിപുവിനെ കടന്നു പിടിച്ച് കൊട്ടലൊക്കെ അങ്ങനെ വലിച്ചങ്ങനെ എടുക്കുമ്പോഴൊക്കെ ആ ഭാര്യയ്ക്ക് ഒരു പേടിയില്ല. കാരണം അവർക്ക് നല്ല ബോധ്യമുണ്ട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും നരസിംഹമാവാൻ പറ്റില്ല എന്ന്. പിന്നെ ഞാനാ കിട്ടുന്ന വെച്ചാൽ പിന്നെ അത്ഭുതമുണ്ട്. അങ്ങനെയുണ്ടോ അയാളുടെ സ്വഭാവം? വായയിൽ വിരലിട്ടാൽ പോലും കടിക്കാത്ത വ്യക്തി അയാള്. അങ്ങനെ ഇരിക്കുന്നു. ആ ഭാര്യയ്ക്ക് അല്പം പോലും പേടിയുണ്ടാവില്ല. ആ നരസിംഹമൂർത്തിക്ക് അറിയാം ഞാൻ നരസിംഹമല്ല, ഞാൻ ആരാ കുട്ടിരാമൻ നായരോ കേശവൻ നായരോ ഗോപാലൻ ആരാവട്ടെ, ആരാണോ വേഷം കെട്ടിയത് അയാളാണെന്നുള്ളത്. ഹിരണ്യകശിപു ഇതൊക്കെ കഴിഞ്ഞ് ഗ്രീൻ റൂമിലേക്ക് കടക്കുമ്പോൾ നരസിംഹമൂർത്തിയുടെ കഴുത്ത് പിടിച്ച് രണ്ടെണ്ണം കൊടുക്കൂ, നീ എന്ത് പണിയാ ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഇല്ല. അവർക്ക് രണ്ടുപേർക്കൊരു ഇതൊരു അഭിനയമാണെന്നുള്ളത്. ചിലപ്പോൾ കളി കാര്യത്തിലാവാറുണ്ട്. എവിടെയൊരു സ്ഥലത്ത് കഥകളി നടക്കുകയാണ്.
ആ സമയത്ത് എന്ത് പറ്റിച്ചാല് ഇവർ ഈ ചാടിക്കളിക്കുന്നതിന്റെ ഇടയിൽ ഹിരണ്യകശിപുവിനെ പിടിക്കാൻ നരസിംഹമൂർത്തി ഓടുകയാണ്. ഓടുന്നതിന്റെ ഇടയിൽ ഓടിയൊക്കെ കഴിഞ്ഞ് പിടിക്കുകയൊക്കെ ചെയ്ത് തന്റെ മടിയിൽ അങ്ങനെ കിടത്തി. അങ്ങനെ കുടലും മാല എടുക്കാൻ നോക്കുമ്പോൾ ബലൂണ് കാണാനില്ല. ഒരു ബലൂണിന്റെ ഉള്ളിലാണ് മഷിയും ഈ പഞ്ഞിയൊക്കെ നിറച്ചു വെച്ചിരിക്കുന്നത്. ഈ ചാട്ടത്തിന്റെ ഇടയിൽ എവിടെ പോയിട്ടുണ്ട്. ഹിരണ്യകശിപുവിന്റെ മാലയും കുടലൊന്നും കിട്ടാതെ വന്നപ്പോ നരസിംഹമൂർത്തി ഇരുന്ന് തപ്പാൻ തുടങ്ങി അവിടെ ഇവിടെയൊക്കെ. ഈ കൂർത്തമൂർത്ത നഖങ്ങളാണ്, അതൊക്കെ ഫിറ്റ് ചെയ്താണല്ലോ. ഇതിങ്ങനെ അവിടെയും ഇവിടെയൊക്കെ തൊട്ടപ്പോൾ ഇക്കിളിയാവാൻ തുടങ്ങി. ഇവിടെ ആകെ പേടിച്ച് കരയേണ്ട ഒരു അവസ്ഥയിൽ അയാൾ നിൽക്കുന്നത്. അയാൾക്ക് ഇക്കിളിയാവുക. അയാളിങ്ങനെ കണ്ണിട്ട് കാണിച്ചിട്ടുണ്ട് അവിടെ ഇവിടെ നിന്ന് തൊട്ടതെന്നുള്ളത്. അപ്പം നരസിംഹമൂർത്തി ചോദിക്കണ്ട, എവിടെയാണ് അതിൻ്റെ അടുത്ത് ആ കുടലും മാല എവിടെയെന്ന്. സംഗതി എവിടെ ചാടിപ്പോയി അതിൻ്റെ ഇടയിൽ. അങ്ങനെ ഒരു കൊട്ടുകാരിങ്ങനെ വാശിയിലും മുറുകി കൊട്ടാണ്. ഇപ്പം ഒരു കുടലും മാലയെന്ന് നോക്കിയിട്ട് കൊട്ടിയിട്ട് എത്ര കൊട്ടിയിട്ട് കുടലും മാലയും വരുന്നില്ല. അവസാനം കണ്ണിട്ട് കാണിച്ചു കൊടുത്ത നരസിംഹമൂർത്തി, ഇനി നിങ്ങൾ കൊട്ടിയിട്ട് കാര്യമൊന്നുമില്ല, കുടലും മാലയും കിട്ടാനില്ല, ദൈവം കൊണ്ടുവരുന്നു. അപ്പൊ നോക്കുമ്പോൾ എന്താണ്, ഒരു സ്ഥലത്ത് വീണ് കിടക്കുക സംഗതി. ആരോ അതിൻ്റെ അടുത്ത് വലിച്ചെറിഞ്ഞു കൊടുത്തത്. അങ്ങനെ നരസിംഹമൂർത്തി അത് വയറ്റിലിട്ട് പിന്നെ വലിച്ചെടുക്കുക ചെയ്തു. ആ നിമിഷം ആ കൈകൊണ്ട് വിരലുകൊണ്ട് ഇത് തപ്പുന്ന സമയത്ത് ഹിരണ്യകശിപുവിന് പോലും അറിയാൻ ഞാൻ ഹിരണ്യകശിപു അല്ല എന്നുള്ളത്. അപ്പൊ നോക്കൂ, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇത് രണ്ട് വ്യക്തിത്വം കൊണ്ട് നടക്കാൻ സാധിക്കണം. ഏതാണൊന്ന്? ഒന്ന് ആത്മീയ വ്യക്തിത്വം, ഒന്ന് ഭൗതിക വ്യക്തിത്വം. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഒന്ന് സ്ഥൂല വ്യക്തിത്വം, രണ്ട് സൂക്ഷ്മ വ്യക്തിത്വം. എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? സ്ഥൂലമായി ആണാണ്, പെണ്ണാണ്, അച്ഛനാണ്, അമ്മയാണ്, ഭാര്യയാണ്, ഇങ്ങനെയൊരു കഥാപാത്രത്തിന്റെ വേഷം പ്രകൃതി നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ സൂക്ഷ്മമായി ഒരു മനസ്സാണ് ഈ ശരീരത്തെ എടുത്തിരിക്കുന്നത്, ഒരു മനസ്സാണ് ഇതിനെ കൊണ്ടു നടക്കുന്നത്. ആ മനസ്സിന് എപ്പോ വേണമെങ്കിലും ശരീരത്തെ വിട്ടുപോവാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിന് ആണാവാൻ സാധിക്കും, മനസ്സിന് പെണ്ണാവാൻ സാധിക്കും, മനസ്സിന് ഏത് ശരീരത്തെ എടുക്കാൻ സാധിക്കും. മനസ്സിനെ സംബന്ധിച്ച് ഒരു ശരീരവും അതിന് പ്രത്യേകമായി ഇല്ല എന്ന് പറയാണ്. ഒരു ശിശുവിന്റെ ശരീരം മനസ്സെടുത്തു, ബാലന്റെ ശരീരം അല്ലെങ്കിൽ ബാലികയുടെ ശരീരം എടുത്തു, യൗവനത്തിലേക്ക് വന്നപ്പോൾ ആ ശരീരം എടുത്തു, വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ ആ ശരീരം എടുക്കും. അതിനോടും വല്ല ബന്ധമുണ്ടോ? അതും ഒരു ദിവസം വിടും, ഇല്ലേ? ഇതാണ് മനസ്സിന്റെ വ്യക്തിത്വമെങ്കിൽ ആ തലത്തിൽ നമ്മൾ കാണുമ്പോൾ എന്തു വേണം? ഇവിടെ ഞാൻ ആരുമായി ബന്ധനങ്ങൾ സൃഷ്ടിക്കരുത്. ഞാനിവിടെ ആരുമായിട്ട് വല്ലാതെ അടുക്കാനോ അകലാനോ പോവരുത്, ആരോടും വെറുക്കാനോ വിദ്വേഷത്തിനോ പോവരുത്. ഈ മനസ്സുകൊണ്ട് ഞാൻ പ്രേമിക്കേണ്ടത് എന്നെ ഞാനാക്കി തീർക്കുന്ന, ഈ മനസ്സിനെ പ്രവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഈശ്വര ചൈതന്യമാണെന്ന ബോധം നല്ലവണ്ണം മനസ്സിലുണ്ടാക്കി വയ്ക്കണം. അങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിച്ചാൽ ഈ ശരീരം കൊണ്ട് നമ്മൾ ആരോടൊക്കെ ഇടപെട്ടാലും അത് നമുക്കൊരു ഭാരമായി തീരില്ല. അല്ലെങ്കിൽ നമുക്ക് ഭർത്താവ് സത്യമായി തോന്നും, മക്കൾ സത്യമായി തോന്നും, ബന്ധങ്ങളൊക്കെ സത്യമായി തോന്നും. ആ ബന്ധങ്ങളൊക്കെ ശാരീരിക തലത്തിലാണ് നിൽക്കുന്നതെന്ന പരമാർത്ഥം നമ്മൾ വിസ്മരിക്കും. ഒരു ദിവസം ശരീരത്തെ വിട്ടുപോകേണ്ടവരാണെന്ന കാര്യം നമ്മൾ വിസ്മരിക്കും. അതിലൊക്കെ നമ്മളിരുന്ന് കുരുങ്ങി കരഞ്ഞ് വേദനിക്കേണ്ടി വരും. എന്നാൽ ഈ പരമാർത്ഥത്തിന്റെ ദൃഷ്ടിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചിരിക്കേണ്ടടുത്ത് ചിരിക്കാം, കരയേണ്ടടുത്ത് കരയാം. ഉള്ളിന്റെ ഉള്ളിൽ നമുക്ക് പറയാൻ സാധിക്കും, വാസ്തവത്തിൽ ഇത് വെറും ഒരു അഭിനയം മാത്രമാണ്. എത്രയോ ബന്ധങ്ങൾ ഉണ്ടാക്കി, എത്രയോ ബന്ധങ്ങളിലൂടെ കടന്നുപോയി. ബാല്യത്തിൽ നമ്മൾ വിദ്യാലയത്തിൽ പോയപ്പോൾ അന്നത്തെ ആ സുഹൃത്ബന്ധമൊക്കെ എത്ര ദൃഢമായിരുന്നു. നമ്മൾ വിചാരിച്ചിട്ടില്ലേ, സ്വപ്നം കണ്ടില്ലേ ഈ സുഹൃത്തുക്കളൊക്കെ എന്നും നിലനിൽക്കണം, കൂടെ ഉണ്ടാവണമെന്ന്. അവിടെ നിന്ന് മറ്റൊരു വിദ്യാലയത്തിലേക്ക് പോയപ്പോൾ അവർ വല്ലവരും കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് കോളേജിലേക്ക് ഇറങ്ങി പോയപ്പോൾ ആരെങ്കിലും കൂടെ ഉണ്ടായിരുന്നു? കോളേജിൽ നിന്നൊക്കെ വിട്ടുപിരിയുമ്പം നീയില്ലാതെ എങ്ങനെ ഞാൻ ജീവിക്കുക, ഞാനില്ലെങ്കിൽ നീ എങ്ങനെ ജീവിക്കുക? ഇതൊക്കെ കഴിഞ്ഞ് ജോലിയും കിട്ടി വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കുന്നു. പ്രേമമായിട്ട് നടക്കുന്നവരൊക്കെ എത്ര കാലം പ്രേമം കൊണ്ട് നടക്കുന്നുണ്ട്. നീയില്ലെങ്കിൽ ഞാനില്ല, ഞാനില്ലെങ്കിൽ നീയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്കും വടക്കും നടന്ന അവസാനം തെക്കുമില്ല വടക്കുമില്ല, അവൾക്ക് അവളുടെ പാട്, എനിക്ക് എന്റെ പാട്. ഇല്ലേ, കാണുന്നില്ലേ ഇതൊക്കെ നിങ്ങൾ? ഇതൊക്കെ ഒരു അത്ഭുതം തന്നെയല്ലേ? മനസ്സിങ്ങനെയൊക്കെ പറഞ്ഞു നടന്നിട്ട് മനസ്സിന് അതിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ സാധിക്കുമെങ്കിൽ മനസ്സിന് വാസ്തവത്തിൽ ആരോട് എന്ത് ബന്ധമുണ്ട്? അച്ഛൻ മരിച്ചിട്ടും നമ്മൾ ജീവിക്കണോ, അമ്മ മരിച്ചിട്ടും ജീവിക്കണോ, ഭാര്യ മരിച്ചിട്ടും ജീവിക്കണോ, മക്കൾ മരിച്ചിട്ടും ജീവിക്കണോ? ഇതിനൊക്കപ്പുറം ഇനി എന്താ വേണ്ടത്? അപ്പൊ നമ്മൾ അവരൊന്നും ഇല്ലെങ്കിൽ ജീവിതമില്ല എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ എന്തൊരു അർത്ഥമുണ്ട്? അപ്പൊ സൂക്ഷ്മമായിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിൽ നിന്നെല്ലാം ഉയരാൻ സാധിക്കും. ഭഗവാൻ പറയുന്നു, യാസ്യേതേ മൽഗതിം പരാം, അവർക്ക് പരമമായ ഗതി കിട്ടും. അപ്പൊ എങ്ങനെയാണ് എന്നെ നോക്കേണ്ടത്?
പുത്രഭാവേന സ്നേഹം, പുത്രഭാവത്തിൽ നിങ്ങൾ സ്നേഹിച്ചോളൂ, പക്ഷേ ബ്രഹ്മഭാവേന ചിന്തയന്തു, ബ്രഹ്മഭാവത്തിൽ എന്നെ ചിന്തിച്ച് മനസ്സിലാക്കിയാൽ എന്റെ പരമഗതിയെ നിങ്ങൾക്ക് കൈവരിക്കാൻ സാധിക്കുമെന്ന് ജയിലിൽ വെച്ച് അച്ഛനും അമ്മയ്ക്കും ഉപദേശം കൊടുത്തിട്ടുണ്ട്. എന്നാൽ ദൗർഭാഗ്യകരെന്ന് പറയട്ടെ, ഈ ഉപദേശം വളരെ സുന്ദരമായി നമ്മളെക്കാളും വേഗത്തിൽ വസുദേവരും ദേവകി മറന്നുപോയി. ഇനി നമുക്ക് കാണാം 84-ാം അധ്യായത്തിൽ ആ വസുദേവര് കരഞ്ഞുകൊണ്ട് ഈ കാര്യം ഓർമ്മിപ്പിക്കും ഭഗവാനോട്. അങ്ങന്ന് പ്രസൂതി ഗൃഹത്തിൽ വെച്ച് ഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന നിമിഷം ഈ കാര്യം എനിക്ക് പറഞ്ഞു തന്നിരുന്നു കൃഷ്ണ, പക്ഷേ വിവേകമില്ലാത്ത അച്ഛൻ അതൊക്കെ മറന്നുപോയി കുട്ടി, ഇനിയും ആ അച്ഛനെ അതിലേക്കൊന്ന് ഉയർത്തൂ എന്ന് പറയുമ്പോൾ ഭഗവാൻ ഒരു ഉപദേശം കൊടുത്തു വിടും. എന്നിട്ടും അച്ഛൻ നേരെയാവില്ല എന്ന് കണ്ടപ്പോൾ നാരദ മഹർഷി ചെന്ന് ഉപദേശിച്ച് നേരെയാക്കാനാണ്. ആലോചിച്ച് നോക്കൂ, ഭഗവാൻ കൃഷ്ണന്റെ പിതാവ് പോലും ഇതൊക്കെ മനസ്സിലാക്കാതെ ജീവിച്ചിട്ട് ദുഃഖിക്കേണ്ടി വന്നിട്ടുണ്ട്, വേദനിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ ഞാനും നിങ്ങളും ഭഗവാന്റെ മക്കളോ അല്ലെങ്കിൽ ഭഗവാന്റെ അച്ഛനോ അമ്മയും ബന്ധുക്കളൊന്നും അല്ലല്ലോ. അപ്പൊ നമ്മളൊക്കെ എത്ര ഉത്തരവാദിത്തോടുകൂടി ഇത് പഠിക്കണം, മനസ്സിലാക്കണം. അങ്ങനെ ഭാഗവത് നമുക്കിത് കാണിച്ചു തരാണ്. ഏതായാലും അതിനുശേഷം പറഞ്ഞു, യതി കംസാൽ ഭയം, ഇനി നിങ്ങൾക്ക് കംസനിൽ നിന്നും ഭയമുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഗോകുലത്തിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇനി ഗോകുലയാത്രയ്ക്ക് തയ്യാറാവാണ്. ഭഗവാൻ ഒരു നിമിഷം കൊണ്ട് ഒരു കൈക്കുഞ്ഞിനെ പോലെ കാർമേക വർണ്ണത്തിൽ ഉരുണ്ട മുട്ടനായ കുട്ടിയായിട്ട് മാറി. കുട്ടിയെ വാരിക്കോരിയെടുത്തു. അമ്മ വാത്സല്യത്തോടുകൂടി മാറോട് ചേർത്ത് മുലപ്പാൽ കൊടുത്തു. എന്നിട്ട് വേഗം വസുദേവരുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു. കൂരാക്കൂരിൽ അർദ്ധരാത്രിയിൽ അതാ ഗംഭീരമായ മഴ പെയ്യുന്ന സന്ദർഭത്തിൽ വസുദേവർ ആ കുട്ടിയെ ഒരുപാട് തുണികളിലൊക്കെ പൊതിഞ്ഞുകൊണ്ട് പുറത്തേക്ക് കിടക്കുകയാണ്. ഒരു നിമിഷം പുറത്തേക്ക് കിടക്കുമ്പോൾ കുട്ടിയെ മാത്രം മഴ നനയുന്നില്ല. ഏതോ ഒരു അത്ഭുത ശക്തി എന്ന വണ്ണം അനന്തൻ കൊടകൾ ചൂടിച്ചുകൊണ്ട് ഭഗവാനെയും കൊണ്ട് വസുദേവർ മുന്നോട്ട് നീങ്ങി. മിന്നലിന്റെ വെളിച്ചത്തിൽ മുന്നോട്ട് നീങ്ങി യമുനാ നദി തീരത്തെത്തിയപ്പോ യമുനാ നദിയിലേക്ക് നോക്കിയതും പണ്ട് ശ്രീരാമസ്വാമിക്ക് സേതുബന്ധം ചെയ്യാൻ അനുവദിച്ചതുപോലെ ആ യമുനാ നദി രണ്ടായി പിരിഞ്ഞ് ആ വസുദേവർക്ക് വഴിമാറിക്കൊടുത്തു. അതിലൂടെ ഭഗവാൻ കൃഷ്ണനെയും കൊണ്ട് പോന്നു. അവസാനം ഗോകുലത്തിൽ നന്ദഗോപരുടെ ഗൃഹത്തിലെത്തിച്ചേർന്നു. ഒരു ഗാഢമായ നിദ്രാസമാധിയിൽ അവർ ലയിച്ചിരിക്കുകയാണ്. എന്ത് നടക്കുന്നത് അവരറിയുന്നില്ല. ആ സമയത്ത് ഭഗവാനെ സ്പർശിച്ചതും വാതിലുകളൊക്കെ കവാടങ്ങൾ തുറന്നു. നേരെ അകത്തേക്ക് ചെന്നു. യശോദാദേവി അന്ന് പുലർച്ചയ്ക്ക് പ്രസവിച്ചിരുന്നു. പക്ഷേ പ്രസവിച്ചു എന്ന് മാത്രമേ അവർക്ക് അറിയുള്ളൂ. എന്താ കുട്ടി ഏതാ കുട്ടിയെന്ന് നോക്കാൻ പറ്റില്ല. അത്രയും ഗാഢമായ ഉറക്കം അവരെ പിടികൂടി. ഒന്നാമത് ഡോക്ടർമാരൊക്കെ കൈയൊഴുകിയതാ, പ്രസവിക്കില്ല എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞ കേസാ. അപ്പൊ ഇങ്ങനെ ഒരു പ്രസവം നടക്കുന്ന ആരും സ്വപ്നേഭി വിചാരിച്ചിട്ടില്ല. ഏതായാലും ഭഗവാനെ അത് ആ കുട്ടിയുടെ അടുത്ത് കടത്തിയിട്ട് ആ കുട്ടിയെയും കൊണ്ട് നന്ദഗോപുരുടെ അടുത്ത് വസുദേവർ നന്ദഗോപുര ഗൃഹത്തിൽ നിന്ന് മടങ്ങി. തിരിച്ച് യമുനാ നദിയും കഴിഞ്ഞ് കാരാഗൃഹത്തിലെത്തുമ്പോൾ കാരാഗൃഹത്തിന്റെ വാതിലുകളൊക്കെ പൂടിയെന്നും അടഞ്ഞുവെന്നും അതിനുശേഷം ദേവകീദേവിയുടെ കൈകളിലേക്ക് ആ കുഞ്ഞിനെ കൊടുക്കുമ്പോൾ കുഞ്ഞ് ഉച്ചത്തിൽ അങ്ങോട്ട് അലറിയതും പാറാവുകാർ സ്പ്രിങ്ങിലെന്ന വണ്ണം ചാടി എണീറ്റു എന്നാണ്. ഓടിയവർ നേരെ കംസന്റെ അടുത്തേക്ക് എന്ന് പറഞ്ഞു, അവൾ പ്രസവിച്ചു വേഗം വരൂ എന്നൊക്കെ പറഞ്ഞ് അലറിയതും കംസൻ അന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടിരുന്നു. ഒരു കുട്ടി തന്റെ നെഞ്ചത്ത് കയറി 4 ഇടിയിടിക്കുന്നത്. ഉച്ചത്തിൽ അലറിയപ്പോ ഭാര്യ ചോദിച്ചു, എന്തിനാ നിങ്ങൾക്ക് അലറണതെന്ന് പറഞ്ഞ, ഒരു കുട്ടി എന്റെ നെഞ്ചത്ത് കയറിയെന്ന്. നെഞ്ചത്ത് കയറിയല്ല, നിങ്ങളുടെ കൈ എന്റെ മേല് തട്ടിയതാണെന്ന്. അപ്പൊ അങ്ങനെയൊക്കെ കംസൻ എന്നൊരു ഭീകര സ്വപ്നമൊക്കെ കണ്ട് രാത്രിയായിരുന്നു. വേഗം ഇത് കേട്ടതും വാളെടുക്കുന്നു, ഓടുന്നു, കാരാഗ്രഹത്തിലെത്തുന്നു. അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നതൊരു പെൺകുഞ്ഞിനെ മാറോട് ചേർത്തിരിക്കുന്ന ദേവകീ ദേവിയാണ്. കുട്ടിയെ കൊണ്ട് ബലാത്കാരേണ പിടിച്ചു വാങ്ങിക്കാൻ നോക്കുമ്പോൾ ദേവി പറഞ്ഞു, ഇതൊരു പെൺകുട്ടിയാണ്, പെൺകുട്ടി നിന്നെ കൊല്ലും എന്നുള്ള അശരീരി വന്നിട്ടില്ലല്ലോ. 7 കുട്ടികളെ നീ കാരണം എനിക്ക് നഷ്ടപ്പെട്ടില്ലേ, ഈ കുഞ്ഞിനെങ്കിലും ഞാനൊന്ന് എടുത്തു വളർത്തിക്കോട്ടെ, എന്താ കംസ ഒത്തിരിയൊക്കെ കാരുണ്യം കാണിക്കണ്ടേ എന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പോ ആ കംസൻ അല്പം പോലും കാരുണ്യമോ ദയോ തോന്നാതെ സ്ത്രീ ദേവകീദേവിയുടെ കൈയെല്ലാം തട്ടിമാറ്റിയ കുട്ടിയെ വലിച്ചെടുക്കാൻ നോക്കുമ്പോ, നിന്റെ മകന് ഭാര്യയെ തീരേണ്ടവളല്ലേ ഇവളെ കൊല്ലുന്നത് പാപമല്ലേ, പെണ്ണിനെ കൊല്ലാൻ പാടൂ, ഞാൻ നിനക്ക് എന്ത് ദ്രോഹമാണ് ചെയ്ത് എന്നൊക്കെ അങ്ങനെ വിനയത്തിലും കരഞ്ഞുകൊണ്ടൊക്കെ അപേക്ഷിച്ചപ്പോഴും കംസന്റെ മനസ്സിന് യാതൊരു മാറ്റവും വന്നില്ല എന്നാണ്. എടുത്തു വലിച്ചു ആ കാലുകൾ രണ്ടും, ആ കുട്ടിയുടെ കാല് വലിച്ച് ആകാശത്തിലേക്ക് വീശിക്കൊണ്ട് നേരെ നിലത്ത് തറയിലടിച്ച്, കരിങ്കൽ തറയിലടിച്ച് കൊല്ലാൻ നിശ്ചയിച്ചു. ഒരൊറ്റ വീശലേ വീശിയുള്ളൂ. കംസൻ നോക്കുമ്പോൾ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. പിന്നെ കേൾക്കുന്ന ശബ്ദം അട്ടഹാസാണ്. നേരെ മുകളിലേക്ക് നോക്കിയപ്പോൾ നാവെല്ലാം പുറത്തു നീട്ടി 8 ഭുജങ്ങളെയും കാണിച്ചുകൊണ്ട് അതിലൊക്കെ ആയുധങ്ങൾ എഴുതിക്കൊണ്ട് നിൽക്കുന്ന ഭഗവാൻ ദേവിയുടെ രൂപമാണ്.
കംസൻ പോലും കൈകുപ്പി മേലോട്ട് നോക്കിയപ്പോ പറയാണ്, വിവേകമില്ലാത്ത മന്ദ, എന്നെ കൊന്നിട്ട് എന്താ നിനക്ക് കിട്ടാനുള്ളത്? പാവം കുട്ടികളെ കൊന്നിട്ട് എന്താ നിനക്ക് കിട്ടാനുള്ളത്? നിന്നെ കൊല്ലാനുള്ളവൻ നേരത്തെ വന്നിട്ടുണ്ട്, പേടിക്കേണ്ടാണ്. അല്ലെങ്കിൽ അയാൾക്ക് ആകെ അസ്വസ്ഥനാണ് അയാള്. അതും കൂടി പറഞ്ഞപ്പോ കംസൻ ആകെ വിഷമായി. അപ്പോ ഇത്രയും കാലം ദേവന്മാരൊക്കെ പറഞ്ഞതോ, പാവം ഈ ദേവകി ദേവിയുടെ കുട്ടി 8ാമത്തെ കുട്ടി എന്നെ കൊല്ലുന്നൊക്കെ പറഞ്ഞതോ, ആ സമയത്ത് ദേവി മറഞ്ഞു പോവുകയും ചെയ്തു. വേഗം കാരാഗ്രഹത്തിൽ ചെന്ന് അവരുടെ കാൽക്കൽ വീണുകൊണ്ട് പറഞ്ഞു, എനിക്കൊരു അബദ്ധം പറ്റി, നിങ്ങളുടെ പുത്രനാണ് എന്നെ കൊല്ലുന്നുള്ളത് എവിടെയും ആ ദേവന്മാര് പറഞ്ഞതാണ്, അതുകൊണ്ടാണ് ഞാൻ കൊന്നതെന്നൊക്കെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടൊക്കെ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ചെയ്ത തെറ്റിനൊക്കെ എന്നോട് മാപ്പ് തരണം, ഞാൻ നരകത്തിലൊക്കെ പോയി ഞാൻ വീണേക്കാം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപ്പോ വസുദേവര് പറഞ്ഞു, കംസ, ദ്രോഹം ചെയ്തിട്ട് കുറെ കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തായാലും ഞങ്ങൾ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു. നിന്നെപ്പോലുള്ള ദ്രോഹചിന്തകൾ കൊണ്ട് ഞങ്ങൾക്ക് ഇത്രയൊക്കെ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരെയും ജയിലിൽ നിന്ന് മുക്തമാക്കി എന്ന് പറഞ്ഞ് ഈ ഭാഗം ഉപസമരിപ്പിക്കുകയാണ്. അന്ന് രാത്രി കംസൻ മന്ത്രിമാരോട് ഈ അശരീരിയെക്കുറിച്ച് പറഞ്ഞതും അവർ കംസനോട് പറഞ്ഞു, എങ്കിൽ നമുക്കൊരു പുതിയൊരു കാര്യം ചെയ്യാം. നിന്നെ കൊല്ലാനുള്ള കുട്ടി ഒരു കൊല്ലത്തിന്റെ 10 ദിവസത്തിനുള്ളിലാവുമല്ലോ ഇപ്പൊ ജനിച്ചിട്ടുണ്ടാവുക. അങ്ങനെയുള്ള കൈക്കുഞ്ഞുങ്ങളെയൊക്കെ, ചോരക്കുഞ്ഞുങ്ങളെയൊക്കെ അങ്ങോട്ട് കൊന്നയിക്കുക. അപ്പൊ കുട്ടികളില്ലാത്തൊരു മധുരയിൽ നിനക്ക് സുരക്ഷിതരായിട്ടിരിക്കാൻ പറ്റുന്നു. ആ മന്ത്രിമാരിൽ ഒരുത്തന്റെ ഭാര്യയായിരുന്ന പൂതന പറഞ്ഞു, ഞാൻ തന്നെ തുടങ്ങിക്കോളാം പണിയെന്ന്. അങ്ങനെ പൂതന ദൗത്യേറ്റെടുത്തു. ഇവിടെയാണെങ്കിലോ, എവിടെ ഗോകുലത്തിലാണെങ്കിലോ പുലർച്ചയ്ക്ക് രാവിലെ തന്നെ എണീറ്റ് നോക്കുമ്പോൾ യശോദാദേവി കാണുന്നത്, ഒരിക്കലും പ്രസവിക്കില്ല എന്ന് വൈദ്യന്മാരൊക്കെ പറഞ്ഞ യശോദാദേവി കാണുന്നത് കാർമേക വർണ്ണത്തിൽ നല്ല കറുത്തിരണ്ടിട്ടൊരു കുട്ടി എന്റെ അടുത്ത് കിടക്കുന്നതാണ്. വാരിക്കോരി കുട്ടി ഹൃദയത്തോടുകൂടി ചേർത്ത് വെച്ചു. സന്തോഷം കൊണ്ട് മറന്നുപോയി ആ ദേവി. ആദ്യം തന്നെ രേണുകാദേവി പ്രസവിച്ചപ്പോൾ, രോഹിണീദേവി പ്രസവിച്ചപ്പോൾ തന്നെ സന്തോഷമായിരുന്നു, ആ കുലത്തിലൊരു കുട്ടി വന്നല്ലോ എന്ന്. അന്ന് ബലരാമസ്വാമി അവിടെ അവതരിച്ചിട്ട് അധികം നാളായിട്ടില്ല. ഇപ്പോഴിതാ ഭഗവാൻ തന്നെയാണ് അവതരിച്ചതെന്ന് ആ ദേവിക്ക് മനസ്സിലായില്ല. താനൊരു പുത്രനാൽ ഭാഗ്യവതിയിരിക്കുന്നു എന്നേ അവർ കരുതിയുള്ളൂ. ഏതായാലും ഗോപന്മാരുടെയൊക്കെ രാജാവായതുകൊണ്ട് അവരെല്ലാവരും ആ ഉത്സവം ആഘോഷിക്കാൻ നിശ്ചയിച്ചു. എല്ലാവരും പാലും കൊണ്ട് അങ്ങോട്ട് വരുന്നു. കിട്ടിയവർ പാലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എറിയണു. നന്ദഗോപരാണെങ്കിൽ പശുക്കളെ ദാനം ചെയ്യണു, ബ്രാഹ്മണർക്ക് സദ്യ കൊടുക്കാൻ നിശ്ചയിക്കുന്നു. അങ്ങനെ പലതും ദാനം ചെയ്തിട്ടും ആ ഗ്രാമം മുഴുവൻ നന്ദഗോപരുടെ ഗൃഹത്തിൽ ഉണ്ടായ ഉണ്ണിയുടെ ആഘോഷത്തിൽ അങ്ങോട്ട് മതിമറന്നു. ഗോപന്മാരുടെ വീട്ടിൽ നിന്നൊക്കെ ഗോപികമാര് ഈ കുഞ്ഞിനെ കാണാൻ വന്നതും ആ ഉണ്ണിയെ ഒരൊറ്റ നോട്ടം നോക്കിയാൽ മതി, പിന്നെ അവർക്ക് പോവാൻ പറ്റുന്നില്ല. ഇവിടെ ഭർത്താക്കന്മാർ കാത്തിരിക്കുകയാണ്, ഇവരിപ്പോ തിരിച്ചു വരും, പലഹാരം ഉണ്ടാക്കിത്തരും, ഭക്ഷണം ഉണ്ടാക്കിത്തരും, പശുവിനെ നോക്കുന്നൊക്കെ. ഒരെണ്ണം വരുന്നില്ല. കുറെ കഴിഞ്ഞ് അവര് വന്ന് നോക്കുമ്പോ കാണുന്ന ഒക്കെ അവിടെ ഇരിക്കുകയാണ് കൃഷ്ണനെ നോക്കിക്കൊണ്ട്. ചോദിച്ചു, എന്താ നിങ്ങൾ വരാത്തെന്ന്. അപ്പൊ ഇവര് പറഞ്ഞു, നിങ്ങളൊന്ന് നോക്കൂന്ന്. അവരും നോക്കിയിട്ട് അവർക്കും പോവാൻ തോന്നില്ല. എല്ലാവരും ആ ഗോകുലത്തിൽ കുരുങ്ങിപ്പോയി എന്ന് പറയാണ്. ആ ഭഗവാനിലേക്ക് ആകർഷിതരായിട്ട് നിശ്ചലരെ കൽത്തൂണുകൾ പോലെ എങ്ങനെ നിന്ന് നോക്കണു. അപ്പോഴേക്കും നന്ദഗോപർക്ക് പേടി, കണ്ണു പറ്റുമോ എന്നുള്ളത്. വേഗം ഒരു ചരടൊക്കെ എടുത്ത് ജപിച്ച് കയ്യിലൊക്കെ കിട്ടി. അതാണല്ലോ നമ്മുടെയൊക്കെ വിശ്വാസം. ആ സന്തോഷത്തിൽ ഇങ്ങനെ മതിമറന്നിരിക്കുമ്പോഴാണ് കംസന്റെ ദൂതന്മാര് വന്ന് അറിയിക്കുന്നത്, എല്ലാ വർഷവും കെട്ടേണ്ട കരം കൊടുക്കാൻ അങ്ങയോട് പറഞ്ഞിരിക്കണമെന്ന്. അന്ന് ടാക്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇന്നത്തെ പോലെ വാറ്റിന്റെ പരിപാടിയൊന്നുമില്ല. രണ്ടർത്ഥമുണ്ട് വാറ്റെന്ന് പറഞ്ഞാൽ. അപ്പോ അന്ന് വാറ്റൊന്നുമില്ല. അന്നൊക്കെ ഈ പാല്, വെണ്ണ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കലാണ് ടാക്സ്. കംസൻ അതൊക്കെ കൊടുക്കാൻ വേണ്ടി അതെല്ലാം വണ്ടിയിൽ വെച്ചുകൊണ്ട് നന്ദഗോപർ പ്രാർത്ഥിച്ചുകൊണ്ട് പോവുകയാണ്. ഉണ്ണികൾക്കൊരു അപകടം ഉണ്ടാവരുതേ ഈശ്വര, നോക്കിക്കൊള്ളണേ പരദേവതകളെ, ജഗദീശ്വര, ഈ ഉണ്ണികളെയൊക്കെ സുരക്ഷിതരാക്കണേ എന്നൊക്കെ പറഞ്ഞ് വേണ്ടപ്പെട്ട ഗോപന്മാരൊക്കെ നന്ദഗോപർ ഏർപ്പാടാക്കിക്കൊണ്ട് അദ്ദേഹം കംസന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോൾ മനസ്സിലിങ്ങനെ വിചാരിക്കുകയായിരുന്നു, വാസുദേവരെ കാണാൻ സാധിച്ചാൽ ഒന്ന് ആശ്വസിപ്പിക്കണം. പാവം 7 കുട്ടികളെ ആ കംസൻ കാരണം നഷ്ടപ്പെട്ടു. 8ാമത്തെ കുട്ടി ആകാശത്തിലേക്ക് പാറിപ്പോവുകയും ചെയ്തു. അത് തന്റെ ഭാര്യ പ്രസവിച്ചാണെന്ന് അവർക്ക് മനസ്സിലായില്ല. ഏതായാലും അങ്ങനെയൊക്കെ കംസന്റെ അടുത്തേക്ക് നന്ദഗോപര് പോകുന്നു. ഇവിടെയാണെങ്കിലോ ആദ്യം തന്നെ പൂതന ഭഗവാനെ കൊല്ലാനുള്ള ദൗത്യവുമായിട്ട് ഇറങ്ങി പുറപ്പെട്ടു. പല വീടുകളിൽ ചെന്ന് പല കുട്ടികളെയും അവർ കൊന്നു കാണും. അവസാനം ഗോകുലത്തിൽ എത്തിച്ചേർന്നപ്പോ എല്ലാവരും ഒരു വീട്ടിലേക്ക് ഇങ്ങനെ പോണു. എന്നാൽ ഇവിടെ വല്ല സ്പെഷ്യൽ കേസുകൾ വല്ലതും ഉണ്ടാവുമെന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകുമ്പോൾ അറിഞ്ഞു അവിടെ ഒരു ഉണ്ണി ജനിച്ചിട്ടുണ്ട്. അത് വളരെ ഓമനത്തുള്ള ഉണ്ണിയാണ്, നല്ല കോമളനായ ഉണ്ണിയാണ്. എന്നാ വിചാരിച്ചു അതിനെ തന്നെ ആവട്ടെ ആദ്യം തട്ടലെന്ന്. ഒരു നിമിഷം കൊണ്ട് തന്റെ വേഷമൊക്കെ അങ്ങോട്ട് മാറ്റി, മുലയിൽ ഘോരമായ വിഷമൊക്കെ പുരട്ടിക്കൊണ്ട് അവള് വസ്ത്രമൊക്കെ അങ്ങോട്ട് മാറ്റി, അവളുടെ സങ്കല്പം കൊണ്ട് എന്റെ വസ്ത്രം നല്ല കാഞ്ചീപുരമൊക്കെ ധരിച്ച്
ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വളരെ മനോഹരിയെപ്പോലെ അവളിങ്ങനെ ഒരു ബ്യൂട്ടീഷ്യനെ പോലെയൊക്കെ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടു. ആളുകളൊക്കെ വഴിമാറി കൊടുത്തു. ഇന്നും നിങ്ങൾ വൃന്ദാവനത്തിലും ഗോകുലത്തിലൊക്കെ പോയാൽ ആകെ അവർക്കൊരു ഡ്രസ്സേ വേണ്ടു, ശരീരം മുഴുവൻ പുതയ്ക്കാൻ. അവർക്ക് നമ്മളെപ്പോലെ ഈ ശരീരത്തിന്റെ ബോധങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ അവിടേക്ക് ചെല്ലണു. അവർ വിചാരിച്ചതിപ്പോ ഏതോ രാജകൊട്ടാരത്തിലെ രാജകുമാരിയാണെന്നൊക്കെ വിചാരിച്ച് വഴിമാറിയൊക്കെ കൊടുത്തു. അവളതാ നേരെ നന്ദഗോപരുടെ ഗൃഹത്തിലേക്ക് കയറി ചെല്ലണു. ആ തൊട്ടിൽ കിടക്കുന്ന ഉണ്ണിയെ നോക്കിയപ്പോ ഒരു നിമിഷം നോക്കിപ്പോയി, ഇത്രയൊക്കെ കോമളത്തുണ്ട് ഈ ഉണ്ണിക്ക്, കേമനാണല്ലോ ഈ കുട്ടിയെന്ന്. ഏതായാലും ആ മടിയിലേക്ക് അങ്ങോട്ട് എടുത്തു വെച്ച് ആ മുല അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ അവളുടെ മുലകളൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കുടിക്കുകയാണ്. ഭഗവാൻ അറിയാമായിരുന്നു ഘോരമായ വിഷമാണെന്നുള്ളത്. അതുകൊണ്ട് കൈകൊണ്ടൊക്കെ ഒന്ന് തുടച്ച് മാറ്റിക്കൊണ്ട് ഭഗവാൻ കുടിക്കാൻ തുടങ്ങി. ഏതായാലും മാതൃഭാവത്തിലല്ലേ ഇവൾ വന്നിരിക്കുന്നത്, തന്നോട് മാതൃഭാവം ചൊരിഞ്ഞിട്ടല്ലേ. അപ്പൊ ഒരു കുഞ്ഞിന്റെ ഭാവത്തിൽ തന്നെ ഭഗവാൻ നിന്നുകൊണ്ട് അവളുടെ മുലപ്പാൽ ഇങ്ങനെ ഇല്ലാത്ത മുലപ്പാൽ കുടിക്കുന്നത് പോലെ അഭിനയിച്ച് അവളുടെ പ്രാണനിലേക്ക് ഭഗവാൻ കടന്നു. പ്രാണനെ പിടിച്ചതും അവൾക്ക് ദേഹം മുഴുവൻ വേദന വന്നു, സഞ്ചാരം വന്നു, മരണഭയം വന്നു. അവൾ ആ ഉണ്ണിയെ എടുത്തുകൊണ്ട് പിടിച്ചു പറിച്ചുകൊണ്ട് എറിയാൻ നിൽക്കുകയാണ്. ഉച്ചത്തിൽ അലറിക്കൊണ്ട് പറഞ്ഞു, എന്നെ വിടൂ, എന്നെ വിടൂ, എന്നെ വിടൂ എന്ന് കലറാൻ തുടങ്ങി. പക്ഷെ ഭഗവാനൊരു നിയമമുണ്ട്, ആരെന്നെ ഒരിക്കൽ പിടിച്ചുവോ പിന്നെ ഞാൻ അവരെ ഒരിക്കലും വിടില്ല എന്നുള്ളത്. ഭഗവാൻ വിട്ടില്ല. അവളുടെ ദ്രംഷ്ടകളൊക്കെ പുറത്തു കാണാൻ തുടങ്ങി. അവളുടെ ആ ആസുരിക ഭാവമൊക്കെ പ്രകടമാവാൻ തുടങ്ങി. ഒരു ഭീമാകാരമായ രൂപമായി തീർന്ന് ഭഗവാൻ എപ്പോഴും വിട്ടില്ല. അവളുടെ മുലകളൊക്കെ ശക്തിയിൽ പിടിച്ചു വെച്ച് ഭഗവാൻ. അങ്ങനെ അവൾ മറന്നു വീണു എന്നാണ്. അതോടുകൂടിയിട്ട് അവൾ പ്രാണനറ്റ് ഒരു ആസുരിക ഭാവത്തിലേക്ക് നിന്നപ്പോ ഭഗവാൻ ഒന്നും സംഭവിക്കാതെ അവളുടെ ശരീരത്തിൽ ഇങ്ങനെ കളിക്കുകയാണ്. യശോദാദേവിയും രോഹിണീദേവിയൊക്കെ തലകറങ്ങി വീണുപോയി. ഇത് കണ്ടപ്പോ എന്താ ഒരു പെണ്ണ് ഇത്രയും ഭീമാകാരമായൊരു ഒരു വലിയ മല വീണതുപോലെ കിടക്കുന്നുണ്ട് അവളോ ഇതോ എന്താ ഈശ്വര അങ്ങനെയൊക്കെയെന്ന്. അപ്പോഴേക്കും ഗോപികമാരെ കോടി വന്ന ആ കൃഷ്ണനെയൊക്കെ പിടിച്ച് നേരെ തൊഴുത്തിലേക്ക് കൊണ്ടുപോയി കുറച്ച് ഗോമൂത്രമൊക്കെ കുടിപ്പിച്ചു. ആ വിഷമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടി. എന്തൊക്കെയാ കുട്ടിയുടെ വായിൽ കയറിയിരിക്കണമെന്ന് അറിയില്ലല്ലോ. പിന്നെ പശുവിന്റെ വാലുകൊണ്ട് 2 അടിയൊക്കെ വെച്ചുകൊടുത്ത് വേഗം യശോദാദേവിയെ ഉണർത്തിയിട്ട് മുലപ്പാൽ കുടിപ്പിച്ചപ്പോഴാണ് യശോദാദേവിക്ക് മനസ്സിലായത് ഉണ്ണിക്കൊന്നും പറ്റിയിട്ടില്ല എന്ന്. അങ്ങനെ ഭഗവാൻ ആദ്യം തന്നെ പൂതനയെ വധിക്കുന്നു എന്ന് പറയാണ്. ഈ ഭാഗത്തിനെ ഭാഗവതം വിളിക്കുന്നത് പൂതനാ മോക്ഷം എന്നാണ്. പൂതനാ വധം എന്നല്ല വിളിച്ചിരിക്കുന്നത്, പൂതനാ മോക്ഷം എന്നാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കഥകളൊക്കെ വളരെ വളരെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അതിൻ്റെ ഉള്ളിലൂടെയൊക്കെ വളരെ സൂക്ഷ്മമായ ആധ്യാത്മിക തത്വമാണ് ആചാര്യന്മാർക്ക് നമുക്ക് പറഞ്ഞു തരാനുള്ളത്. പൂതം എന്ന ശബ്ദം ഭഗവാന്റെ പേരാണ്. ഭഗവാനെ പൂതാത്മാ എന്ന് വിളിക്കും. പൂതം എന്നാൽ ഭഗവാൻ എന്നാണ്. പൂതന പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ മറന്ന് ജീവിക്കുന്നവരെയാണ് പൂതന എന്ന് പറയുന്നത്. അപ്പോൾ ഞാനും നിങ്ങളൊക്കെയാണ് ആര്? മിസ്റ്റർ പൂതനയും മിസ്സിസ് പൂതനയൊക്കെയായിട്ട് നടക്കുന്നത് പറയാണ്. അല്ലാതെ ഒരു അസുരിക സംസ്കാരമുള്ള ഒരു പെണ്ണിനെയൊന്നല്ല അവിടെ പൂതന പറയുന്നത്. അതുകൊണ്ട് ഭാഗവതം ഇവളെ വിളിച്ചത് കാമചാരിണി എന്നാണ്. കാമചാരിണിയാണ് അവള്. അതായത് കാമത്തിൽ ചാരിയവൾ ആരോ അവൾ കാമചാരിണി. ചിലവർ തൂണ് ചാരിയിരിക്കും, ചിലർ ചേറ് ചാരിയിരിക്കും, ചിലർ പലതും ചാരിയിരിക്കും, ചുമര് ചാരിയിരിക്കും. ഇവിടെ കാമത്തിൽ ചാരിയവരെയാണ് കാമചാരിണി. ഇതൊന്നും സംസ്കൃതത്തിന് സമ്മതല്ലേ? സംസ്കൃതം വേറെ അർത്ഥത്തിലാണ്. കാമത്തിൽ ചരിക്കുന്നവരാരോ അവരാണ് കാമചാരികൾ എന്ന സംസ്കൃതത്തിൽ പറയാം. നമ്മളിലൊക്കെ 2 വികാരങ്ങളുണ്ടെന്നാണ് പ്രബലമായിട്ട്. ഒന്ന് കാമവും, 2 പ്രേമവും. ഇത് നമ്മളിലൊക്കെ ഉള്ളതാണ്. കാമം എന്ന് പറയുന്നത് ശരീരത്തിന്റെ സുഖത്തിലും സുരക്ഷിതത്തിലും ഏതൊക്കെ വസ്തുക്കളും വ്യക്തികളും നമ്മളെ സഹായിക്കുന്നുണ്ടോ അതിനോടൊക്കെ ഉള്ള ഒരു ആസക്തിയാണ്, അറ്റാച്ച്മെന്റാണ് കാമം. ശരീരത്തിന് സുഖം തരും എന്ന് തോന്നുകയാണെങ്കിൽ, ഒരു വ്യക്തി സുഖം തരുന്നതാണ് തോന്നുകയാണെങ്കിൽ ആ വ്യക്തിയോടൊരു കാമം തോന്നും. ഒരു കാമുകന് കാമുകിയോട് തോന്നുന്നത് ശരീരത്തിന്റെ സുഖമാണ്, ഒരു ലൈംഗികമായ ആസക്തിയാണിത്. അതുപോലെ ഒരു വസ്തുവിനോട് നമുക്ക് കാമം തോന്നുന്നത് ഈ വസ്തു എന്റെ ഉള്ളിലുണ്ടെങ്കിൽ, എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊരു സുഖം തോന്നും എന്ന് സുഖം കിട്ടുന്നുള്ള തോന്നലാണ്. വസ്ത്രത്തോടുണ്ടാവും നമുക്ക് കാമം, ആഭരണങ്ങളോടുണ്ടാവും നമുക്ക് കാമം, നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളോടുണ്ടാവും നമുക്ക് കാമം. അതൊക്കെ ആസക്തികളാണെന്ന് പറയാണ്. അതേസമയം നമ്മുടെ ഉള്ളിൽ പ്രേമവുമുണ്ട്. ആരോടാണ് പ്രേമം? നമ്മളിലിരിക്കുന്ന നമ്മളുടെ തന്നെ ഈശ്വര ചൈതന്യത്തിലേക്ക് നമുക്കൊരു പ്രേമമുണ്ട്. പക്ഷെ അത് നമുക്ക് അറിയാത്തതുകൊണ്ട് അത് നമുക്ക് തോന്നുന്നു നമ്മളോടുള്ള ഈ ശരീരത്തോടുള്ള പ്രേമമാണെന്ന്. അതുകൊണ്ട് ആരൊക്കെ നമ്മളെ സന്തോഷിപ്പിച്ചാലും സുഖിപ്പിച്ചാലും ആ വസ്തുക്കളും വ്യക്തികളും എപ്പോ നമുക്ക് ദുഃഖം തരുന്നുവോ
അപ്പൊ നമ്മൾ അവരെ വെറുത്തിരിക്കും, അവരെ നമ്മൾ മറക്കാൻ തയ്യാറാവും. പക്ഷെ അപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നവരെയാണ്. നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്താലും എന്തൊക്കെ പാപം ചെയ്താലും വെറുക്കാറില്ല. അപ്പോഴും നമ്മളെ സ്നേഹിക്കുന്നു. എന്നാൽ മറ്റൊരാൾ നമ്മുടെ നേരെ തെറ്റ് ചെയ്താൽ അവരെ നമ്മൾ വെറുക്കുന്നു പ്രിയാണ്. കാമത്തിലെപ്പോഴും വിദ്വേഷമുണ്ട്, കാമത്തിലെപ്പോഴും വെറുപ്പുണ്ട്. എന്നാൽ നമ്മളിലുള്ള നമ്മുടെ സ്നേഹത്തിൽ ഒരിക്കലും വിദ്വേഷമില്ല പ്രിയാണ്. ഇൻ സ്പൈറ്റ് ഓഫ് എവ്രിതിങ് നമ്മളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ശരിയല്ലേ? നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും ആരൊക്കെ ചീത്ത പറഞ്ഞാലും നമ്മളെ വെറുക്കാറുണ്ടോ? ഇല്ല. നമ്മൾ എന്ത് തെറ്റ് ചെയ്യുമ്പോഴും മനസ്സപ്പോഴും നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. ആളുകളൊക്കെ ആത്മഹത്യ ചെയ്യുന്നത് വെറുപ്പ് കൊണ്ടല്ല, വാസ്തവത്തിൽ സ്നേഹം കൊണ്ട് തന്നെയാണ്. സ്നേഹം ഉണ്ടെങ്കിൽ അവർ ജീവിക്കില്ലേ സ്വാമി? അവരോടുള്ള സ്നേഹമാണ് വാസ്തവത്തിൽ അവരെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. അതെങ്ങനെ അവരോടുള്ള സ്നേഹം കൊണ്ട് എന്നുള്ളത്? തന്നെ ആരും ഇനിയും വെറുക്കാതിരിക്കാൻ, തന്നെ ആരും ഇനിയും ഉപേക്ഷിക്കാതിരിക്കാൻ തന്നെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട് എന്ന തന്നോടുള്ള സ്നേഹമാണ് അയാളുടെ ജീവിതം അയാളെ അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ശരിയാണോ പറയുന്നത്? ഇനിയും തന്നെ ആരും വെറുക്കാതിരിക്കാൻ, ഇനിയും ആരും തന്നെ അപമാനിക്കാതിരിക്കാൻ, കളിയാക്കാതിരിക്കാൻ, നിന്ദിക്കാതിരിക്കാൻ തന്നെ സംരക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ തന്നോടുള്ള തന്റെ സ്നേഹം കൊണ്ടാണ് തന്റെ ജീവിതം ഉപസംഹരിപ്പിക്കാൻ അയാൾ നിശ്ചയിക്കുന്നത്. ശരിയാണോ? നമുക്ക് സ്ഥൂലമായി തോന്നുന്ന അയാൾക്ക് അയാളോടുള്ള വെറുപ്പ് കൊണ്ടാണ്. വാസ്തവത്തിൽ അയാളുടെ സ്നേഹം കൊണ്ടാണ് അയാൾ ഈ ലോകത്തിൽ നിന്ന് വിട്ടുപോകുന്നത് പ്രിയാണ്. ഇത് നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ നമ്മൾ ആരെയാണ് വാസ്തവത്തിൽ സ്നേഹിക്കുന്നത്? ശരീരത്തെയാണോ അതോ ശരീരത്തെ ശരീരമാക്കി നിലനിർത്തുന്ന ഒരു ഈശ്വര ചൈതന്യത്തെയാണോ എന്ന് ഇത് നാം തിരിച്ചറിയുന്നു. ആ ഈശ്വര ചൈതന്യത്തിലേക്ക് നമ്മുടെ സ്നേഹത്തെ തിരിച്ചുവിടുമ്പോൾ അതിനെയാണ് പ്രേമം എന്ന് വിളിക്കുന്നത്. അപ്പൊ പ്രേമിക്കേണ്ടത് ഭഗവാനെയാണ്. ഈ ലോകത്തോട് നമ്മുടെ ഉള്ളിൽ കാമം വരും, കാമം വന്നേ പറ്റുള്ളൂ. കാരണം കാമത്തിലൂടെയാണ് ഞാനും നിങ്ങളും പ്രകടമായത്. കാമമില്ലായിരുന്നു എങ്കിൽ ഒരു സൃഷ്ടി ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല. അതതിന്റെ സ്വഭാവമാണ്. അപ്പൊ കാമം എന്നത് നമ്മുടെ മനസ്സിന്റെ സ്വഭാവമാണെങ്കിൽ പ്രേമം എന്നത് വിവേകബുദ്ധിയുടെ സ്വഭാവമാണ്. വിവേകത്തിലൂടെ മാത്രമേ പ്രേമിക്കാൻ സാധിക്കുകയുള്ളൂ. കാമിക്കാൻ വിവേകം വേണ്ട എന്ന് പറയാണ്. ഇതൊക്കെ നമ്മൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പൂതനയായിത്തീരുന്നത് നാം ആക്കി തീർക്കുന്ന ഈശ്വരനെ പ്രേമിക്കാത്തതുകൊണ്ടാണ്. പൂതനയുടെ ഉള്ളിലുള്ളത് കാമമാണ്. കാമം നമ്മളെ ഈശ്വരനിൽ നിന്ന് അകറ്റും, പ്രേമം നമ്മളെ ഈശ്വരനിലേക്ക് അടുപ്പിക്കും. അതുകൊണ്ട് ഭഗവാൻ ഗീതയിലെ 7-ാം അധ്യായത്തിൽ പറഞ്ഞു, മയ്യാസക്ത മനഃപാർത്ഥ, പാർത്ഥ എന്നിൽ ആസക്തനായിത്തീരുമെന്ന്. കൃഷ്ണൻ എന്ന പദത്തിന് പ്രേമമെന്നാണ് അർത്ഥം. ഞാൻ പറഞ്ഞു ആ തലത്തിൽ വേണം നമ്മൾ കഥകളെയൊക്കെ വ്യാഖ്യാനിക്കാൻ. അപ്പൊ ഇതിനൊക്കെ നമുക്ക് ഉത്തരം കിട്ടുമെന്ന് പറയാൻ. ഏതായാലും ഇതിനുശേഷം പിന്നീട് അപ്പോഴേക്കും നന്ദഗോപര് വസുദേവരെയൊക്കെ കാണുന്നു. വസുദേവരെ ആശ്വസിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ വസുദേവരെ ഇങ്ങോട്ട് ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, നന്ദഗോപരെ അധികം ഇവിടെ നിൽക്കണ്ട, ഓരോ അപകടങ്ങൾ കാണുന്നുണ്ട്, ദുഃഖങ്ങളും ദുരന്തങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്, ഓരോ ദുർനിമിത്തങ്ങൾ ഞാൻ കാണുന്നുണ്ട്. കംസൻ കുട്ടികളെയൊക്കെ കൊല്ലുമെന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും വേഗം അങ്ങ് തിരിച്ചുപോയിക്കോളൂ എന്ന് പറഞ്ഞപ്പോ ആ നന്ദഗോപര് പ്രാർത്ഥിക്കുകയെന്ന്, ഉണ്ണികൾക്ക് യാതൊരു അപകടവും ഉണ്ടാവരുതേ എന്ന്. നന്ദഗോപര് തിരിച്ചെത്തുമ്പോഴേക്കും കാണുന്നു ഭീമാകാരമായ സ്ത്രീയുടെ രൂപം. പിന്നെ ആ രൂപത്തെയൊക്കെ വെട്ടിമുറിച്ച് ദഹിപ്പിച്ച് അങ്ങനെ പൂതനയെ അവര് പറഞ്ഞയച്ചു. അങ്ങനെ ആദ്യത്തെ ലീല പൂതനയെ വധിച്ച ലീലയാണ്. ഭഗവാൻ അതൊരു വെറും ലീലയായി തോന്നിയതാണ്. ഇനി രണ്ടാമത്തതാണ് ഭഗവാന്റെ പിറന്നാൾ ദിവസം വന്ന ദിവസം. ആ ദിവസം മറ്റൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. ഭഗവാൻ കമിഴ്ന്നു കിടന്ന ഭഗവാൻ, മലർന്നു കിടന്ന ഭഗവാൻ കമിഴ്ന്നു കിടക്കാൻ തുടങ്ങിയെന്ന്. അത് ഗോകുലത്തിലൊരു ഉത്സവം പോലെ അവർ കൊണ്ടാടി. അന്ന് ഭഗവാന് വെല്ലുവിളിയുമായി മറ്റൊരസുരൻ വരുന്നു. അവനാണ് ശകടാസുരൻ എന്നുള്ളത്. അത് നമുക്ക് ഭക്ഷണത്തിന് ശേഷം നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം.